ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. അതിലേതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ സംഘടന അതിനെ വളരെ ഗൗരവത്തിൽ കാണും. അതാണ് പറയാനുള്ളത്. ഞാൻ ഈ തങ്കച്ചനുമായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന് പ്രതികളിലേക്ക് എത്താനുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിന് കൂടുതൽ വിശദാംശങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അർച്ചന, ഈ വയനാട്ടിലെ കോൺഗ്രസിൽ നാളുകളായി രൂപം കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് തർക്കം അത് പലരുടെയും ആത്മഹത്യയിലേക്കും പലരെയും കള്ളക്കേസിൽ കൊടുക്കുന്നതിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് ജോസ് നെല്ലേടം എന്ന് പറയുന്ന വാർഡ് മെമ്പർ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്ന സാഹചര്യം. അപ്പോഴും ഇരുട്ടിൽ തൽപ്പുകയാണ്, കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല കെ.പി.സി.സി അധ്യക്ഷന് പോലും. എന്താണ് വയനാട്ടിലെ കോൺഗ്രസിൽ നടക്കുന്നതെന്ന്? അതിലേതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ ജോസിനെതിരെ തങ്കച്ചൻ പരാതി നൽകിയതായി അറിയില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. പാർട്ടിയിൽ അർച്ചന, തുടരാം. സിജു, തീർച്ചയായും മുള്ളംകൊല്ലി വിഷയത്തിൽ പ്രധാനമായും ജോസിനെ ഇത്തരത്തിൽ ജോസിനെതിരെ തങ്കച്ചൻ പരാതി നൽകിയതായി അറിവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിലെ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, തങ്കച്ചനെ നേരിട്ട് ഫോൺ വിളിച്ചിരുന്നുവെന്നും കെ.പി.സി.സി പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. എന്തായാലും പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെ.പി.സി.സി പ്രസിഡന്റിനോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും രാഹുലിന് അതിൽ തീരുമാനമെടുക്കാമെന്നാണ്. അതായത് ഇതിൽ യാതൊരു നിയമ തടസ്സങ്ങളുമില്ല, അതായത് സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇതിൽ സംബന്ധിച്ച് വിശദീകരിച്ചത്. എന്നാൽ രാഹുലിന് ഇതിൽ പൂർണ്ണമായും പിന്തുണ നൽകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒരേ സമയം സസ്പെൻഡ് ചെയ്യുകയും അതേസമയം ഇപ്പുറത്ത് നിയമസഭയിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് രാഹുലിനെ തീരുമാനിക്കാമെന്നൊരു നിലപാടെടുക്കുകയാണ്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. ശരി, അർച്ചനയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.